നമസ്കാരം. നമ്മൾ ജന്മജന്മാന്തര ബന്ധം, പൂർവജന്മ ബന്ധം എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താണത്? അങ്ങനെയൊന്ന് ഉണ്ടോ? നമുക്ക് പരിശോധിക്കാം. ലോകത്തുള്ള പല മതവിശ്വാസങ്ങളും പുനർജന്മത്തിലും ആത്മാവിലുമൊക്കെ വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നവയാണ്. ഇന്ത്യയിൽ ഉദയം കൊണ്ട മിക്ക മതങ്ങളുടെയും പ്രധാനമായ ഒരു വിശ്വാസ പ്രമാണം പുനർജന്മത്തിൽ അധിഷ്ഠിതമാണ്. ഹിന്ദു, ബുദ്ധമതങ്ങളിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പുരാതനവും നൂതനവുമായ പല മതവിശ്വാസങ്ങളിലും ഈ സിദ്ധാന്തത്തിന്റെ പതിപ്പുകളെ കാണാനാകും. നമ്മൾ മിക്കപ്പോഴും കേൾക്കുന്ന ഒന്നാണ് ആത്മാവ് എന്നത്. എന്താണ് ആത്മാവ്? ജീവികളുടെ അഭൗതികമായ അംശത്തെയാണ് ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. എല്ലാ മതങ്ങളിലും മിക്കവാറും എല്ലാ ചിന്താധാരകളിലും ആത്മാവിന് ഭൗതിക ശരീരത്തെക്കാൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആത്മാവ് അനശ്വരമാണെന്നാണ് ആത്മാവിന്റെ സ്വതന്ത്ര നിലനിൽപ്പിൽ വിശ്വസിക്കുന്നവർ കരുതുന്നത്. ഒരാളുടെ ബോധവും വ്യക്തിത്വവും ഉൾക്കൊള്ളുന്ന മനസ്സ്, ആത്മം എന്നീ ആശയങ്ങളുമായി സാമ്യമുള്ള ഒന്നാണ് ആത്മാവ് എന്നാണ് സങ്കല്പം. ഭൗതിക മരണത്തിന് ശേഷവും ആത്മാവ് നിലനിൽക്കുമെന്നാണ് പൊതുവെ ആസ്തികർക്കുള്ള വിശ്വാസം. ദൈവമാണ് ആത്മാവിനെ സൃഷ്ടിക്കുന്നത്. ചില സംസ്കാരങ്ങൾ മനുഷ്യേതര ജീവികൾക്കും സചേതന വസ്തുക്കൾക്കും ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ തിരികെ വിഷയത്തിലേക്ക് വന്നാൽ, മുജ്ജന്മത്തിലെ പങ്കാളിയെ ഈ ജന്മത്തിൽ കണ്ടുമുട്ടിയാൽ അല്ലെങ്കിൽ അവരെ തന്നെ പങ്കാളിയായി ലഭിച്ചാൽ അത് വെളിവാക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഇവരുമായി മുൻകാല ബന്ധം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവവേദ്യമാകും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ പരിചയപ്പെടുന്നതിനും കാലങ്ങൾക്ക് മുൻപേ അയാൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന അനുഭൂതി നിങ്ങൾക്കൊരിക്കലെങ്കിലും ഉണ്ടായിട്ടില്ലേ? ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അയാൾ യുഗയുഗാന്തരങ്ങളായി നിങ്ങളോടൊപ്പം ഉള്ളയാളാണ്. അടുത്തത്, വളരെ തീവ്രമായ അടുപ്പം തോന്നുക എന്നതാണ്. അതിതീവ്രമായ സ്നേഹവും അടുപ്പവുമാണ് മുജ്ജന്മ പങ്കാളിയെ ലഭിച്ചാൽ ഉണ്ടാകുന്നത്. കലഹവും പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടെങ്കിലും പങ്കാളിയുമായി തീവ്രമായ അടുപ്പമുണ്ടാകും. അതുപോലെ തന്നെ അവരോടൊത്തുള്ള ജീവിതത്തിൽ ധാരാളം ഉയർച്ചയും വളർച്ചയും ഉണ്ടാകും. ഈ ബന്ധത്താൽ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും. പരസ്പരം പിരിയുക എന്നത് അസാധ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. മറ്റൊരു ലക്ഷണം മുജ്ജന്മ പങ്കാളിയോട് മാനസികവും ആത്മീയവുമായ അടുപ്പം തോന്നുക എന്നതാണ്. പറയാതെ തന്നെ അല്ലെങ്കിൽ അധികം വിശദീകരിക്കാതെ തന്നെ അവരുടെ ഉള്ളിലുള്ളത് മനസ്സിലാകും. ഒരു നോട്ടം കൊണ്ടുപോലും അവരുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ആത്മീയമായ ഉയർച്ചയും ഇത്തരം കണ്ടുമുട്ടലുകളിലൂടെ ഉണ്ടാകും. ആദ്യമായി കണ്ടുമുട്ടുന്ന സന്ദർഭമാണ് എങ്കിൽ പോലും ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾക്ക് വെളിച്ചമാകുന്ന ആ കണ്ണുകളെ നിങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഇങ്ങനെ ഇത്രമേൽ അടുപ്പമുള്ളവർ ആണെങ്കിൽ കൂടി ഇവർ വിപരീത സ്വഭാവമുള്ളവരായിരിക്കും. ഉദാഹരണത്തിന്, ഒരാൾക്ക് ഏറെ അച്ചടക്കമുണ്ടായിരിക്കും, മറ്റേയാൾക്ക് തീരെ അച്ചടക്കമുണ്ടാവില്ല. ഒരാൾ അന്തർമുഖ സ്വഭാവമുള്ള ആളാണെങ്കിൽ മറ്റേയാൾ ബഹിർമുഖ സ്വഭാവമുള്ളയാളായിരിക്കും. ഒരാളുടേത് ശാന്തപ്രകൃതമാണെങ്കിൽ മറ്റേയാളുടേത് ഒച്ചയും ബഹളവും വയ്ക്കുന്ന സ്വഭാവമായിരിക്കും. ഒരാൾ പക്വമായ തീരുമാനങ്ങൾ എടുക്കുന്നയാളാണെങ്കിൽ മറ്റേയാൾ അപക്വമായ തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവിയായിരിക്കും. പക്വതയുള്ള തീരുമാനമെടുക്കുന്ന ആൾ മറ്റേയാൾക്ക് വെളിച്ചമാകുന്നു. അപ്പോൾ നാം വിചാരിക്കും, വിപരീത സ്വഭാവമാണെങ്കിൽ എങ്ങനെ ഒത്തുപോകുമെന്ന്. വാസ്തവത്തിൽ അങ്ങനെയല്ല. വിപരീത ധ്രുവങ്ങളാണല്ലോ ഒരു കാന്തത്തിൽ പരസ്പരം ആകർഷിക്കപ്പെടുന്നത്. എന്നതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. വിപരീത സ്വഭാവമായതുകൊണ്ട് തന്നെയാണ് ഇവർ ഒന്നിക്കുന്നത് പോലും. മറ്റൊരു ലക്ഷണം ഇവർ തമ്മിലുള്ള അസാമാന്യമായ സമന്വയമാണ്. ഉദാഹരണത്തിന്, ഒരാൾ മനസ്സിൽ കരുതുന്ന പാട്ട് മറ്റേയാൾ പാടുന്നത് കേൾക്കാം. ഇതെങ്ങനെ സംഭവിച്ചു എന്നോർത്ത് ഇവർ തന്നെ അത്ഭുതപ്പെടും. മാത്രമല്ല, എത്ര സമയം ഇവർക്കൊപ്പം ചെലവിട്ടാലും
വിരസതയോ അലോസരമോ അനുഭവപ്പെടില്ല. മാത്രമല്ല കൂടുതൽ താല്പര്യം തോന്നുകയും ചെയ്യും. ഇതും മുജ്ജന്മ പങ്കാളിയുമായുള്ള അടുപ്പത്തെ കാണിക്കുന്ന ഒന്നാണ്.